ഹലോ സ്റ്റുഡൻസ്, നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫിസിക്സിലെ പ്രവൃത്തി, ഊർജം, പവർ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാവർക്കും എയ്സാപ്പിലേക്ക് സ്വാഗതം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ നമ്മൾ ബലം പ്രയോഗിക്കുമ്പോൾ ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരമുണ്ടായാൽ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കാം. അതായത് നമ്മൾ ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നു. ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ബലം കൊടുത്ത ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരമുണ്ടായാൽ, ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം ഉണ്ടായാൽ നമുക്ക് എന്ത് ചെയ്തതായി കണക്കാക്കാം? പ്രവൃത്തി ചെയ്തതായി കണക്കാക്കാം. അപ്പോൾ ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരമുണ്ടായാൽ നമുക്ക് പ്രവൃത്തി ചെയ്തതായിട്ട് എന്ത് ചെയ്യാം? കണക്കാക്കാം. അപ്പോൾ പ്രവൃത്തി ചെയ്തു എന്ന് പറയാം. അപ്പോൾ പ്രവൃത്തിയുടെ സമവാക്യം W = Fs cos θ. W മീൻസ് വർക്ക്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിനെയാണ് എന്ത് പറയുക? W. F എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രയോഗിക്കുന്ന ബലം. S സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ്. സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിന് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്കുള്ള സ്ഥാനമാറ്റമാണെന്ത്? സ്ഥാനാന്തരം. അപ്പോൾ സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പം ആ വസ്തു ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ചലിക്കും. ആ ചലിക്കുന്ന നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. പിന്നെ കോസ് തീറ്റ, അതൊരു കോസിൻ്റെ ഫങ്ഷൻ. തീറ്റ എന്ന് പറഞ്ഞാൽ എഫിനും എസിനും ഇടയ്ക്കുള്ള ആംഗിൾ, അതായത് ഫോഴ്സിനും ഡിസ്പ്ലേസ്മെൻറ്റിനും ഇടയ്ക്കുള്ള അല്ലെങ്കിൽ സ്ഥാനാന്തരത്തിനും ഇടയിലുള്ള ആംഗിൾ ആണെന്ത്? തീറ്റ. അപ്പോൾ W പ്രവൃത്തി, F പ്രയോഗിച്ച ബലം, S എന്താണ്? സ്ഥാനാന്തരം. അപ്പം നമുക്ക് ബലം സ്ഥാനാന്തരത്തിൻ്റെ അതേ ദിശയിലാണെങ്കിൽ, അതായത് നമ്മൾ ബലം പ്രയോഗിച്ചു, അപ്പോൾ വസ്തു നീങ്ങുന്നത് ഇതേ ദിശയിൽ, ബലം കൊടുത്ത അതേ ദിശയിലാണ് സ്ഥാനാന്തരം സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് വരും? W = Fs cos θ അല്ലേ? അപ്പോൾ തീറ്റ ഇവിടെ എന്തായിരിക്കും? തീറ്റ 0 ആയിരിക്കും അല്ലേ? എഫും എസും ഒരേ ദിശയിലാണ്. അപ്പോൾ തീറ്റ ഉണ്ടോ? ഇല്ല. അപ്പോൾ തീറ്റ എന്തായിരിക്കും? 0. തീറ്റ 0. അപ്പോൾ കോസ് 0 എത്രയാ? കോസ് 0 1 ആണ്. കോസ് 0 എത്രയാണ്? 1. അപ്പം വർക്ക് എന്ത് കിട്ടും? വർക്ക് Fs. എന്ത് കിട്ടും? Fs. വർക്ക് നമുക്ക് Fs കിട്ടും. ഇതാണ് പോസിറ്റീവ് വർക്ക്. ഏത് വർക്ക്? പോസിറ്റീവ് വർക്ക്. ഇനി ബലം പ്രയോഗിച്ചതിന്, ബലം പ്രയോഗിച്ചു, അതിൻ്റെ വിപരീത ദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടായത്. ബലം പ്രയോഗിച്ചതിൻ്റെ ഓപ്പോസിറ്റ് ദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടായതെങ്കിൽ, അതായത് ബലം നമ്മൾ ഇങ്ങോട്ട് പ്രയോഗിച്ചു, സ്ഥാനാന്തരം ഇങ്ങോട്ടാണെങ്കിൽ നെഗറ്റീവ്, അത് നെഗറ്റീവ് വർക്കാണ്. അവിടെ ആംഗിൾ എന്ത് വരും? അവിടെ ആംഗിൾ കോസ് 180. എന്ത് വരും? കോസ് 180. ബലം പ്രയോഗിച്ചതിന് അപ്പം ബലം ഇങ്ങോട്ടാണ്, സ്ഥാനാന്തരം മുകളിലോട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്ര വരും? 180. എത്ര വരും? 180. കോസ് 180 എത്രയാ? കോസ് 180 -1. എത്രയാണ്? -1. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? W = Fs cos 180. കോസ് 180 -1 ആണ്. അപ്പോൾ W വർക്ക് -Fs. കോസ് 180 -1 ആണല്ലോ. അപ്പം Fs × -1 -Fs. ഇതാണ് ഏത് വർക്ക്? നെഗറ്റീവ് വർക്ക്. ഏത് വർക്ക്? നെഗറ്റീവ് വർക്ക്. അടുത്ത വർക്ക്, അപ്പം നെഗറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ വസ്തുവിന് ബലം പ്രയോഗിച്ചതിന് ഓപ്പോസിറ്റ് എന്ത് വരിക? സ്ഥാനാന്തരം വരിക. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? നെഗറ്റീവ് വർക്ക്. അടുത്ത വർക്ക് സീറോ വർക്ക്. സീറോ വർക്ക് രണ്ട് രീതിയിൽ സംഭവിക്കും. ഒന്ന്, നമ്മളൊരു വസ്തുവിൽ ബലം കൊടുത്തു, വസ്തുവിന് സ്ഥാനാന്തരം ഇല്ല, ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ലെങ്കിൽ എസ് എന്തായി പോവും? W = Fs cos θ അല്ലേ? അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ലെങ്കിൽ എസ് എന്തായി പോവും? സ്ഥാനാന്തരമല്ല. അപ്പോൾ എസ് 0 ആയിപ്പോയി. എസ് 0 ആയാൽ വർക്ക് കംപ്ലീറ്റ് എന്തായി പോവും? 0 ആയി പോവും. അതാണ് സീറോ വർക്ക്. അപ്പോൾ സീറോ വർക്ക് വേണമെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവാൻ പാടില്ല, എസ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, കോസ് എന്ത് വരണം?
കോസ് 90. കോസ് എന്ത് വരണം? കോസ് 90 വരണം. കോസ് 90 വരികയാണെങ്കിൽ ആ വർക്കും എന്ത് വർക്കാണ്? കോസ് 90 വരികയാണെങ്കിൽ വർക്ക് എന്താണ്? കോസ് 90 എന്ന് പറഞ്ഞാൽ എത്രയാ? 0 ആണ്. കോസ് 0 1, കോസ് 180 -1, കോസ് 0 1, കോസ് 180 -1, കോസ് 90 0. അപ്പോൾ കോസ് 90 വരികയാണെങ്കിലും എന്ത് വർക്കാണ് വരിക? 0 വർക്ക്. കോസ് 90 വരണമെങ്കിൽ ഫോഴ്സിന് പെർപെൻഡിക്കുലറായിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കണം. ഫോഴ്സ് കൊടുത്തതിന് പെർപെൻഡിക്കുലറായിട്ട് എന്ത് സംഭവിക്കണം? ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? ആംഗിള് 90 വരും. അതായത് ഫോഴ്സ് കൊടുത്തതിന് പെർപെൻഡിക്കുലറായിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചാൽ ആംഗിൾ എത്ര വരും? 90 വരും. അപ്പോൾ കോസ് 90 എന്താവും? 0 ആവും. വർക്ക് എന്തായി മാറും? വർക്ക് 0 ആയിട്ട് മാറും. അപ്പോൾ ഇതാണ് 3 വർക്ക്. പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, 0 വർക്ക് അല്ലെങ്കിൽ നൾ വർക്ക് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ വർക്കിൻ്റെ ഇക്വേഷൻ പറയുക. നമ്മൾ വർക്കിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കുന്ന ഒരാൾ തള്ളുകയാണ്, ഒരാൾ ഒരു ട്രോളി തള്ളുകയാണ്. അപ്പോൾ ഫോഴ്സ് നമ്മൾ കൊടുത്തു. അപ്പോൾ ഫോഴ്സ് എങ്ങോട്ടാണ് വരുന്നത്? ഇതിൻ്റെ ഫോഴ്സ് താഴോട്ടാണ് വരിക അല്ലേ? ഇതല്ലേ തള്ളുന്നത്? തള്ളുമ്പം ഫോഴ്സ് താഴോട്ടാണ് വരിക. ഡിസ്പ്ലേസ്മെൻറ്റ് നേരെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ വർക്ക് എങ്ങനെ കാണും? വർക്ക് ഈസ് ഈക്വൽ ടു കൊടുത്ത ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഡി എന്നും എഴുതാം, എസ് എന്നും എഴുതാം കേട്ടോ. സ്മോൾ ലെറ്റർ ഡി എന്നും എഴുതാം, എസ് എന്നും എഴുതാം. അപ്പോൾ എസ് പിന്നെ കോസ് തീറ്റ. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ എഫിൻ്റെയും ഡീൻ്റെയും ഇടയ്ക്കുള്ള ആംഗിൾ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണക്കാക്കുക? വർക്ക് കണക്കാക്കുക. അപ്പോൾ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ്റെ അതിൻ്റെ കോസ് ഫംഗ്ഷൻ കോസ് തീറ്റ ഓർത്ത് വെക്കണം. കോസ് 0 1, കോസ് 180 -1, കോസ് 90 0. അപ്പോൾ ഇങ്ങനെ നമ്മൾ വർക്ക് കണക്കാക്കും. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ W ഈസ് ഈക്വൽ ടു FS കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾ ഫോഴ്സിൻ്റെ എങ്ങോട്ട്? മുകളിലോട്ട്. അപ്പോൾ ഇയാൾ ഷൂട്ട് കേസ് പെട്ടിയുമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഫോഴ്സ് എങ്ങോട്ടാണ്? കൊടുക്കുന്ന ഫോഴ്സ് മുകളിലോട്ടാണ്. ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടോ? ഫോഴ്സ് കൊടുത്ത ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. അതായത് ഈ വസ്തുവിനാണ് ഇയാൾ ഫോഴ്സ് കൊടുക്കുന്നത്. ഈ വസ്തുവിന് കൊടുക്കുന്ന ഫോഴ്സ് മുകളിലോട്ടാണ്. ദ മസിലാണ്, പേശിയാണ് ഫോഴ്സ് കൊടുക്കുന്നത് അല്ലേ? പക്ഷേ ഈ ബോക്സിന് യാതൊരുവിധ ഡിസ്പ്ലേസ്മെൻറ്റും ഇല്ല. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ലെങ്കിൽ എസ് 0 ആയി പോകും. അപ്പോൾ W ഈസ് ഈക്വൽ ടു FS കോസ് തീറ്റയിൽ എസ് എന്തായി പോവും? എസ് 0 ആയി പോവും. എസ് 0 ആയാൽ വർക്ക് എന്തായി മാറും? 0 ആയിട്ട് മാറും. ഇനി ഇതേ വ്യക്തി തന്നെ ഈ പെട്ടിയും പിടിച്ച് നടക്കുകയാണ്. പെട്ടിയും പിടിച്ച് നടക്കുമ്പം ഈ വ്യക്തി കൊടുക്കുന്ന ഫോഴ്സ് മുകളിലോട്ട് അല്ലേ? ഫോഴ്സ് മുകളിലോട്ട് മസിൽ ഫോഴ്സാണ് കൊടുക്കുന്നത്. പേശി ബലം മസ്കുലാർ ഫോഴ്സാണ് കൊടുക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടാണ്? ഈ പെട്ടി ഇയാളെ കൂടെ തന്നെ പോകുമല്ലോ. ഇയാൾ നടക്കുമ്പോൾ ഈ പെട്ടി എന്ത് ചെയ്യും? ഈ വ്യക്തിൻ്റെ കൂടെ തന്നെ പോകുമല്ലോ. അതായത് അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ബോക്സാണ് നോക്കേണ്ടത് കേട്ടോ. ബോക്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് മുന്നോട്ട്. അപ്പോൾ ആംഗിൾ എത്ര വരും? ഇവിടെ എത്ര ആംഗിൾ വരുന്നത്? 90. കോസ് 90 എന്താ? വർക്ക് ഈസ് ഈക്വൽ ടു FS കോസ് 90. കോസ് 90 0 അല്ലേ? കോസ് 90 0 ആകുമ്പം വർക്ക് എന്തായി മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ ഈ വ്യക്തി ചെയ്യുന്ന വർക്കും ഈ വ്യക്തി ചെയ്യുന്ന വർക്കും എന്താണ്? 0 ആണ്. രണ്ട് വർക്കും എന്താണ്? 0 ആണ്. ഓക്കെ, ഇനി നമുക്ക് പോസിറ്റീവ് വർക്കിന് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ചലിക്കുന്ന ദിശയിലേക്ക് ഫുട്ബോൾ ചവിട്ടുന്ന ഒരാൾ. അപ്പോൾ നമ്മൾ ഫുട്ബോൾ കിക്ക് ചെയ്യുമ്പം കാല് ചലിക്കുന്നതും ബോൾ ചലിക്കുന്നതും ഒരേ ദിശയിലാണെങ്കിൽ അതെന്ത് വർക്കാണ്? അത് പോസിറ്റീവ് വർക്കാണ്. കാരണം നമുക്ക് നോക്കാം, കാലും അല്ലേ? അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ W = FS കോസ് തീറ്റ. അപ്പോൾ തീറ്റ നമ്മൾ ഫുട്ബോൾ കിക്ക് ചെയ്യുമ്പം കാലിൻ്റെ മൂവ്മെൻറ്റും ഫുട്ബോളിൻ്റെ മൂവ്മെൻറ്റും ഒരേ ഡയറക്ഷനിലാണ് വരുന്നതെങ്കിൽ അവിടെ ആംഗിൾ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ കോസ് 0 വരും. കോസ് 0 വരുമ്പോൾ വർക്ക് എന്തായി പോവും? വർക്ക് എന്ത് വരും? വർക്ക് 0 അല്ല, സോറി, വർക്ക് എന്ത് വരും? വർക്ക് അവിടെ കിട്ടും. കാരണം കോസ് 0 1 അല്ലേ? അപ്പോൾ അവിടെ വർക്ക് ഉണ്ടായിരിക്കും. കോസ് 0 1 ആയി വരും അല്ലേ? കോസ് 0 1 ആകുമ്പോൾ അവിടെ വർക്ക് ഉണ്ടാവും. കോസ് 0 1 അല്ലെ? രണ്ടും ഒരേ ഡയറക്ഷനിൽ വരുമ്പോൾ കോസ് 0 വരും. കോസ് 0 1 ആകുമ്പം അവിടെ എന്തുണ്ടാവും? വർക്ക് ഉണ്ടാവും. ആ വർക്ക് എന്ത് വർക്കായിരിക്കും? പോസിറ്റീവ് വർക്കായിരിക്കും. അതുപോലെ വീൽ ചെയറിൽ
രോഗിയെ നീക്കുന്ന നേഴ്സ്. അപ്പോൾ വീൽ ചെയറിൽ രോഗിയെ നീക്കുമ്പം വീൽ ചെയർ മുന്നോട്ടാണ്, ആ രോഗി മൂവ് ചെയ്യുന്നത് എങ്ങോട്ട് തന്നെയാണ്? മുന്നോട്ടാണ്. രണ്ടും ഒരേ ഡയറക്ഷനിൽ. അപ്പോൾ കോസ് എന്ത് വരും? രണ്ടും ഒരേ ഡയറക്ഷനിലാകുന്ന സമയത്ത് കോസ് 0 വരും. കോസ് 0 എത്രയാണ്? 1 ആണ്. അപ്പോൾ കോസ് 0 1 ആകുമ്പോൾ അവിടെ എന്ത് നടക്കും? വർക്ക് നടക്കും. അതുപോലെ സ്കേറ്റ് ബോർഡിൽ സഞ്ചരിക്കുന്ന ഒരാൾ, അപ്പോൾ സ്കേറ്റ് ബോർഡ് മുന്നോട്ട്, സഞ്ചരിക്കുന്ന ആൾ മുന്നോട്ട്. അപ്പോൾ ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. അതുകൊണ്ട് കോസ് 0 ആയിട്ട് മാറും. ആംഗിൾ 0 അല്ലേ വരിക. അപ്പോൾ കോസ് 0 1, അവിടെ എന്ത് നടക്കും? വർക്ക് നടക്കും. അപ്പോൾ എന്ത് വർക്കാണ്? പോസിറ്റീവ് വർക്ക്. റോഡിൽ വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. അപ്പം ഫോഴ്സ്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും മുന്നോട്ട്, വാഹനങ്ങൾ നീങ്ങുന്നത് മുന്നോട്ട്. അപ്പോൾ ആംഗിൾ, രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ 0 വരും. അപ്പോൾ കോസ് 0 1. അപ്പോൾ അവിടെ എന്ത് വരും? കോസ് 0 1 ആയി കഴിഞ്ഞാൽ W എന്ത് വരും? FS. അവിടെയും വർക്ക് നടക്കും. ആ വർക്ക് എന്ത് വർക്കാണ്? പോസിറ്റീവ് വർക്കാണ്. ഏത് വർക്കാണ്? പോസിറ്റീവ് വർക്ക്. കത്തി ഉപയോഗിച്ച് പച്ചക്കറികൾ മുറിക്കുമ്പം ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ഡയറക്ഷൻ, പോസിറ്റീവ് വർക്ക് വരും. കസാര ഉയർത്തി മറ്റൊരു ദിശയിലേക്ക് നീക്കുമ്പോഴും രണ്ടും ഒരേ ഡയറക്ഷൻ വരും. മേശയ്ക്ക് കുറുകെ ഒരു പെട്ടി നീക്കുന്നു. ആ ഫോഴ്സ് കൊടുത്ത് അതേ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ്, പോസിറ്റീവ് വർക്ക് വരും. പരസ്പരം പന്തെറിയുന്ന 2 കുട്ടികൾ, നമ്മൾ ഫോഴ്സ് കൊടുത്ത് അതേ ഡയറക്ഷനിലാണ് പന്ത് ചലിക്കുന്നത്. എന്ത് വർക്ക് വരും? പോസിറ്റീവ് വർക്ക് വരും. അപ്പം ഇത്രയാണ് പോസിറ്റീവ് വർക്കിന് എക്സാമ്പിൾ. ഇനി നമുക്ക് നെഗറ്റീവ് വർക്കിന് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ എന്തായിരുന്നു നെഗറ്റീവ് വർക്ക്? ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരണം. അപ്പോൾ ആംഗിൾ എത്ര വരും? ആംഗിൾ കോസ് 180 വരും. കോസ് 180 വരുമ്പം മൈനസ് FS വരും അല്ലേ? അപ്പോൾ W FS കോസ് തീറ്റ അല്ലേ? ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരണം. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പം എന്ത് വരും? FS കോസ് 180. കോസ് 180 എത്രയാ? കോസ് 180 -1. അപ്പം W മൈനസ് എന്ത് വരും? FS വരും. മൈനസ് FS. ഒരു ഉദാഹരണത്തിൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ കണ്ട ചിത്രം കണ്ടോ? ഇത് പോസിറ്റീവ് വർക്കാ. ഫോഴ്സും മൂവ്മെൻറ്റും ഒരേ ഡയറക്ഷനിലാണ്. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ ആംഗിൾ എത്രയാണ് വരിക? ഇവിടെ ആംഗിൾ θ0 വരും അല്ലേ? θ 0 വന്നാൽ എത്രയാണ്? കോസ് 0 1. അപ്പോൾ പോസിറ്റീവ് വർക്ക്. ഇതാണ് നെഗറ്റീവ് വർക്ക്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഈ വ്യക്തി താഴോട്ടാണ് കൊടുക്കുന്നത്. ഈ വ്യക്തി താഴോട്ട് ഫോഴ്സ് കൊടുക്കുന്നു. ഈ ബക്കറ്റ് മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാ? ബക്കറ്റ് മൂവ് ചെയ്യുന്നത് മുകളിലോട്ടാണ്. അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇതാണ് നെഗറ്റീവ് വർക്ക്. ഇത് 0 വർക്ക്. ഇത് ഫോഴ്സ് മുകളിലോട്ട് കൊടുത്തു. ഈ വസ്തു എന്ത് ചെയ്യുന്നില്ല? മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 0 അല്ലേ? അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആകുമ്പോൾ S 0 ആവും. അപ്പോൾ എന്ത് വർക്കാവും? 0 വർക്ക്. അപ്പോൾ ഇത് പോസിറ്റീവ് വർക്കാണ്, ഇത് നെഗറ്റീവാണ്. കാരണം ഫോഴ്സ് താഴോട്ടും ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ഫോഴ്സ് താഴോട്ടാണ് പോകുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടാണ് പോകുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലോട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എന്ത് വർക്കാണ്? നെഗറ്റീവ് വർക്ക്. ഇത് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നില്ല? മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. അപ്പോൾ എന്ത് വർക്കാണ്? 0 വർക്ക്. ഇനി നമുക്ക് നെഗറ്റീവ് വർക്കിന് എക്സാമ്പിൾ നോക്കാം. ഒരു പന്ത് വായുവിലേക്ക് എറിയുമ്പോൾ അത് ഗുരുത്വാകർഷണ ബലത്തിന് എതിരെ നീങ്ങുന്നു. ഒരു പന്ത് വായുവിലേക്ക് എറിയുക. അപ്പോൾ ഗുരുത്വാകർഷണ ബലം എങ്ങോട്ടായിരിക്കും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ടും. പന്ത് മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാ? പന്ത് മൂവ് ചെയ്യുന്നത് മുകളിലോട്ടുമാണ്. അപ്പോൾ ആംഗിൾ എത്ര വരും? ആംഗിൾ കോസ് 180 വരും. അപ്പോൾ കോസ് 180 വരുമ്പോൾ കോസ് 180 എത്രയാ? -1 അല്ലേ? അപ്പോൾ FS -1 എന്ത് വരും? -FS. അപ്പോൾ എന്ത് വർക്കാണത്? നെഗറ്റീവ് വർക്ക്. അടുത്തത്, റോഡിലൂടെ നടക്കുമ്പോൾ പാദങ്ങളുടെ ചലനത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഘർഷണബലം. നമ്മൾ പാദം എടുത്ത് മുന്നോട്ട് വെക്കുമ്പം ഒരു കാല് ബാക്ക് പ്രസ് ചെയ്തിട്ടാണ് മറ്റേ കാല് വെക്കുന്നത്. അപ്പം നമ്മൾ ചലിക്കുമ്പം നമുക്ക് ഓപ്പോസിറ്റ് എന്ത് ബലം വരും? ഒരു വസ്തു മൂവ് ചെയ്യാൻ നോക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഘർഷണ ബലം വരും അല്ലേ? ഘർഷണം എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ. അപ്പോൾ ഘർഷണ ബലം എങ്ങനെയാണ് വരിക? ഒരു വസ്തു നമ്മൾ മുന്നോട്ട് മൂവ് ചെയ്യിക്കാൻ നോക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റാണ് എന്ത് ബലം? ഘർഷണ ബലം. നമ്മൾ ഇതിനെ മൂവ് ചെയ്യിക്കുക. ഒരു വസ്തുവിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുമ്പം അതിൻ്റെ ഓപ്പോസിറ്റാണ് ഫ്രിക്ഷൻ വരിക. ഡിസ്പ്ലേസ്മെൻറ്റിന് ഓപ്പോസിറ്റാണ് എന്ത് വരിക? ഫ്രിക്ഷൻ വരിക അല്ലേ? മൂവ് ചെയ്യിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ ഘർഷണ ബലം വരിക? അവിടെ കോസ് എന്ത് വരും?
കോസ് 180 വരും. കോസ് 180 -1. അപ്പോൾ W = FS cos 180. അപ്പോൾ -FS എന്ത് വർക്കാണ്? നെഗറ്റീവ് വർക്ക്. കിണറ്റിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുമ്പോൾ കയറിൽ പ്രയോഗിക്കുന്ന ബലം താഴേക്കായിരിക്കും അല്ലേ? അപ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുമ്പോൾ നമ്മൾ പ്രയോഗിക്കുന്ന ബലം താഴേക്കും, ബക്കറ്റ് പൊന്തുന്നത് എങ്ങോട്ടാണ്? മുകളിലേക്കും. അപ്പോൾ എന്ത് വർക്കാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ നെഗറ്റീവ് വർക്കാണ്. അപ്പം ബലം താഴേക്ക് പ്രയോഗിക്കുകയും അടുത്ത എക്സാമ്പിളാണ്, ബലം താഴേക്ക് പ്രയോഗിക്കുകയും എതിർവശത്തിരിക്കുന്ന വ്യക്തി മുകളിലേക്ക് നീങ്ങുകയും ചെയ്യും. അപ്പോൾ സീസോ അല്ലേ കുട്ടികൾ കളിക്കുന്ന പാർക്കിൽ? അപ്പോൾ ബലം എങ്ങോട്ടാണ് പ്രയോഗിക്കുന്നത്? താഴേക്കാണ്. വ്യക്തി പൊന്തുന്നത് എങ്ങോട്ടാണ്? മുകളിലോട്ടാണ്. അപ്പം അതെന്ത് വർക്കാണ്? നെഗറ്റീവ് വർക്ക്. ഒരാൾ ചാടുന്ന മുകളിലോട്ട്, ഗുരുത്വാകർഷണ ബലം താഴോട്ട്. അപ്പോൾ എന്ത് വർക്കാണ്? നെഗറ്റീവ് വർക്ക്. ദൂരെ നിന്ന് വരുന്ന ഒരു വസ്തുവിനെ കുറച്ച് ശക്തിയോടെ പിടിക്കുമ്പോൾ കൈകൾ താഴേക്ക് നീക്കുന്നു അല്ലേ? നമ്മൾ ക്രിക്കറ്റ് ബോളൊക്കെ ക്യാച്ച് ചെയ്യുമ്പോൾ ദൂരെ നിന്ന് വരുന്നൊരു വസ്തുവിനെ കുറച്ച് ശക്തിയോടെ പിടിക്കുമ്പോൾ കൈകൾ എന്ത് ചെയ്യും? താഴേക്ക് നീക്കും. അതായത് വരുന്ന ഫോഴ്സിന് ഓപ്പോസിറ്റാണ് എന്ത് വരുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഏതാണ്? നെഗറ്റീവ് വർക്ക്. എതിർദിശയിൽ ബലം പ്രയോഗിക്കുമ്പോൾ ചെയ്യുന്ന നെഗറ്റീവ് ജോലിയുടെ ഉദാഹരണമാണ് വടംവലി. എതിർ ടീം അങ്ങോട്ട് ബലം പ്രയോഗിക്കുമ്പം നമ്മൾ വടം ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കാൻ നോക്കും. ഓപ്പോസിറ്റ് ടീം അങ്ങോട്ട് ബലം പ്രയോഗിക്കുമ്പം നമ്മളതിന് എതിരെ വടം മൂവ് ചെയ്യിക്കാൻ നോക്കും. അതായത് വടത്തിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, ഫോഴ്സ് അങ്ങോട്ടും ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടും വരും. എതിർ ടീം അങ്ങോട്ട് വലിക്കുമ്പം നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കാൻ നോക്കുന്നത് ഏത് വർക്കാണ്? അതിന് ഓപ്പോസിറ്റ് മൂവ് ചെയ്യിക്കാൻ നോക്കുന്നത് നെഗറ്റീവ് വർക്കാണ്. ഇനി അടുത്ത വർക്ക് സീറോ വർക്ക് അല്ലെങ്കിൽ നൾ വർക്ക് എന്ന് പറയും. വസ്തു ചലിക്കുന്നില്ലെങ്കിൽ ചെയ്ത ജോലി എന്താണ്? 0ആണ്. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ലെങ്കിൽ വർക്ക്, സ്ഥാനാന്തരം അല്ലെങ്കിൽ വർക്ക് എന്തായി പോവും? 0 ആയി പോവും. ഉദാഹരണം, നിങ്ങളൊരു ഇഷ്ടിക ഭിത്തിയിൽ നിങ്ങളുടെ എല്ലാ ശക്തി ഉപയോഗിച്ച് തള്ളുന്നു. അതായത് ഒരു ഇഷ്ടിക ഭിത്തിയിൽ അല്ലെങ്കിൽ സാധാരണ ചുമരിൽ നമ്മൾ നമ്മുടെ എല്ലാ ശക്തി ഉപയോഗിച്ച് തള്ളുന്നു. അപ്പോൾ തള്ളാൻ ശ്രമിക്കുകയാണ്, നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, ആ ഭിത്തി എന്ത് ചെയ്യുന്നില്ല? നീങ്ങുന്നില്ല. ചുമര് നീങ്ങുന്നില്ല. അപ്പോൾ ചുമര് നീങ്ങുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഭിത്തിയിൽ നമ്മൾ തള്ളുക, സാധാ ഭിത്തിയില്ലേ, നമ്മളൊരു ഭിത്തിയിൽ തള്ളുന്ന സമയത്ത് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, ഭിത്തി നീങ്ങുന്നില്ല. അപ്പോൾ എന്ത് വർക്കാണ്? സീറോ വർക്കാണ്. ഫോഴ്സ് ഉണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല. ചലനദിശയിലേക്ക് 90 ഡിഗ്രി കോണളവിൽ ബലം പ്രയോഗിച്ചാൽ ചെയ്യുന്ന വർക്കും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫോഴ്സിന് ഒരു കേസ് എന്താ? വസ്തു മൂവ് ചെയ്യുന്നില്ലെങ്കിൽ W = FS cos θ. അപ്പോൾ S എന്തായി പോവും? 0 ആയി പോവും. സ്ഥാനാന്തരം 0, വർക്കില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഫോഴ്സിന് പെർപെൻഡിക്കുലറാണ് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നതെങ്കിൽ, അപ്പോൾ ഫോഴ്സ് താഴോട്ടും ഡിസ്പ്ലേസ്മെൻറ്റ് മുന്നോട്ടും. അപ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ, ഫോഴ്സിന് പെർപെൻഡിക്കുലറാണ് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നതെങ്കിൽ ഏത് വർക്കാണ് വരിക? കോസ് എന്ത് വരും? കോസ് 90 വരും. അതെന്ത് വർക്കാണ്? കോസ് 90 0 അല്ലേ? അപ്പോൾ കോസ് 90 0 ആകുമ്പോൾ വർക്ക് എന്തായി പോവും? 0 ആയി പോവും. അപ്പോൾ ചലനദിശയിലേക്ക് 90 ഡിഗ്രി കോണളവിൽ ബലം പ്രയോഗിച്ചാൽ അതിൻ്റെ ഫലമായി 0 പ്രവൃത്തി ലഭിക്കും. അതായത് ഫോഴ്സ് ഇങ്ങോട്ടും നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടും ആണെങ്കിൽ ആംഗിൾ എത്ര വരും? 90 ഡിഗ്രി വരും. ആംഗിൾ 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ കോസ് 90 0 ആവും. കോസ് 90 0 ആകുമ്പം വർക്ക് എന്തായി പോവും? 0 ആയിട്ട് മാറും. അപ്പോൾ 3 വർക്ക് പറഞ്ഞു: പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, 0 വർക്ക്. അപ്പോൾ ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.